ഈ വട്ടം ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിയും അതുപോലെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഒരുമിച്ചാക്കിയിട്ടോ. എല്ലാ വട്ടം ഞങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടാണ് സെലിബ്രേഷൻ ചെയ്യാറ്. പക്ഷേ ഈ വട്ടം ഞങ്ങൾ ന്യൂ ഇയറിന് സമയം ഞങ്ങൾ ശരിക്കും വെഡിങ് ആനിവേഴ്സറി ഡിസംബർ 30th ആണെങ്കിലും 31st നൈറ്റിന് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത്. അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് രണ്ടുപേരും മാത്രമുള്ളൊരു ചെറിയൊരു സെലിബ്രേഷനാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ഈ വട്ടം ഒരു പ്രത്യേകതയുണ്ട്. ഈ വൈനും കേക്കൊക്കെ ഞങ്ങൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാട്ടോ. ഇവിടെ UK ഇഷ്ടംപോലെ വൈൻ മേടിക്കാൻ കിട്ടുന്നതിലും ഞങ്ങൾക്ക് നാട്ടിൽ കിട്ടുന്ന ആ ഒരു മധുരമുള്ള വൈൻ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈനൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്തു. അതുപോലെ കേക്കും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഉണ്ടാക്കിയത് കേട്ടോ. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാം കേട്ടോ. ആനിവേഴ്സറി ഗിഫ്റ്റ് മേടിക്കുന്ന കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ എനിക്ക്. കാരണം ചേട്ടനാണെങ്കിൽ ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമേ ഇഷ്ടമുള്ളൂ. അത്രയും ബ്രാൻഡ് സാധനങ്ങൾ മേടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ CKയുടെ ഒരു ജാക്കറ്റ് മേടിച്ചു കൊടുത്തു. പക്ഷേ എൻ്റെ കാര്യത്തിൽ ചേട്ടൻ വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓപ്ഷൻസ് പറയുന്നുണ്ട്, അത് വേണം ഇത് വേണമെന്ന് പറയുന്നതുകൊണ്ട് ആൾ അതിൽ നിന്ന് നല്ലൊരു ബെസ്റ്റ് ഒന്ന് ചൂസ് ചെയ്തു. എനിക്കാണെന്നുണ്ടെങ്കിൽ റെമിങ്ടൻ്റെ ഒരു വലിയൊരു ബ്ലോ ഡ്രൈൻ്റെ ഒരു സെറ്റാണ് മേടിച്ചത്. അതുപോലെ ഒരു ക്യൂട്ടായിട്ടുള്ള പെൻഡൻ്റുള്ള ഒരു മാല മേടിച്ചത് കേട്ടോ.